നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ തണ്ടർബേർഡ് എക്സ് ആണ്. അതായത് മെറ്റിയോർ വരുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന മെറ്റിയോർ എന്ന വാഹനത്തിൻ്റെ പഴയ പേരിലുള്ള വണ്ടി തണ്ടർബേർഡ് എക്സ്. രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്, ക്ഷമിക്കണം. എനിക്ക് ഈ സമയത്ത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തണ്ടർബേർഡ് എന്തുകൊണ്ട് തണ്ടർബേർഡ് എടുക്കണം, അല്ലെ തണ്ടർബേർഡ് എടുക്കേണ്ട എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. എങ്ങനത്തെ ആൾക്കൊന്നും സൂട്ടാവുക എന്നുള്ളത്. പിന്നെ സൗണ്ട് കട്ടായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. അത് ചില സമയത്ത് മൈക്ക് റൈഡിങ്ങിൽ ഊരിപ്പോകുന്നതാണ്. അത് നമ്മൾ പ്രിവ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാണ്, അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ രണ്ടാമത് അതേ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തണ്ടർബേർഡ് എക്സ് എന്ന് പറഞ്ഞാൽ തണ്ടർബേർഡ് ആദ്യം വന്നിട്ടുള്ള മോഡലിൻ്റെ ഒരു എക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ തണ്ടർബേർഡ് കുറച്ചുകൂടി പരിഷ്കരിച്ച് ഒരു യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളൊരു വണ്ടി എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം സ്പ്ലിറ്റ് സീറ്റ് ആയിരുന്ന വണ്ടി സിംഗിൾ സീറ്റ് ആയിട്ടുണ്ട്. ഡിജിറ്റൽ കം അനലോഗാണ് മീറ്റർ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്യൂൽ ഗേജ് ഒന്നും വർക്ക് ചെയ്യാറില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കാറാണ് പതിവ് കേട്ടോ. അതൊന്നും ആരും നോക്കണ്ട, നോക്കിയാൽ വണ്ടി ഓടിക്കുകയും വേണ്ട. തണ്ടർബേർഡ് എക്സ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ലോങ് റൈഡ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉപയോഗിക്കാമായിരുന്ന ഒരു വണ്ടിയായിരുന്നു തണ്ടർബേർഡ്. അതിൽ നിന്നും തീർത്തും ലോങ് റൈഡിൽ നിന്നും തീർത്തും ഒരു സ്പോർട്ടി റൈഡിങ് പ്രശ്നം കൊടുത്തുകൊണ്ട് കുറച്ചൊരു സിറ്റി റൈഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാക്കി മാറ്റുകയാണ് ചെയ്തത് തണ്ടർബേർഡ് എക്സിലൂടെ. കാരണം ഇത് ഒരിക്കലും ലോങ് റൈഡിന് പറ്റിയ വണ്ടി എന്ന് പറയില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഈ വണ്ടി ലോങ് റൈഡിന് പറ്റിയ വണ്ടിയാക്കാം. ഇതിൻ്റെ ഹാൻഡിൽ ബാർ പഴമുള്ള ചെയ്യുകയാണെങ്കിൽ കേട്ടോ. വേറെ ഒരു പിന്നെ നെഗറ്റീവ്സും തണ്ടർബേർഡുമായിട്ട് ഇതിന് പറയാനില്ല. പിന്നെ കുറച്ചും കൂടുതൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന് അലോയ് വീൽസാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അലോയ് വീൽസ് ഇറക്കിയിട്ടുള്ളതും തണ്ടർബേർഡിൽ തന്നെയാണ്. അപ്പോൾ തണ്ടർബേർഡിൽ അലോയ് വീൽസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോ ആൻഡ് ടോർക്ക് എന്ന സാധനം ഇതിൽ കൺസിഡർ ചെയ്യാത്തൊരു വണ്ടിയാണ് തണ്ടർബേർഡ് എന്നുള്ളതുകൊണ്ട് തന്നെ അലോയ് വീലിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വാസ്തവ തന്നെയാണ്. കറക്റ്റ് റോഡിൽ സ്റ്റേബിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അതായത് റിമ്മ് ഔട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് വണ്ടിക്കുണ്ടായിരുന്ന വൈബ്രേഷൻ, ഹാൻഡിൽ വൈബ്രേഷൻ, വീൽ മോബ്ലിങ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒന്നാണ് അലോയ് വീൽ. അപ്പോൾ നിങ്ങൾ തണ്ടർബേർഡ് എടുക്കുകയാണെങ്കിൽ തന്നെ, പഴയ തണ്ടർബേർഡ് എടുക്കുകയാണെങ്കിൽ തന്നെ അലോയ് വീൽസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ല റൈഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട് വണ്ടിയിൽ കേട്ടോ. കാരണം അത് നമുക്ക് വീല് ചെറുങ്ങനെ ഔട്ടുണ്ടെങ്കിൽ കുറേ സമയത്ത് ഓടിക്കുന്ന സമയത്ത് വല്ലാതെ കൈക്കൊരു മുഷിപ്പ്, കൈക്കൊരു വേദനയും ഒരു വല്ലാത്തൊരു ക്ഷീണമൊക്കെ ഫീൽ ചെയ്യും. വണ്ടി സ്റ്റഡി ആയിട്ട് വണ്ടി റോഡിലേക്ക് ഓടുകയാണെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ക്ഷീണമല്ലാതെ വണ്ടി ലോങ് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ തണ്ടർബേർഡ് എടുക്കുന്ന ആളുകളാണെങ്കിൽ, തണ്ടർബേർഡ് എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ലോങ് റൈഡിനുള്ള വണ്ടിയാണെന്നെങ്കിൽ ഹാൻഡിൽ ബാർ പഴയ മോഡൽ തണ്ടർബേർഡിൻ്റെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ റോയൽ എൻഫീൽഡ് എലക്ട്ര വരുന്ന സ്റ്റാൻഡേർഡിൽ വരുന്ന ഹാൻഡിൽ ബാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഹൈറ്റ് കിട്ടും മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നു തണ്ടർബേർഡിൻ്റെ ഹാൻഡിൽ ബാർ ഉപയോഗിച്ചത് കറക്റ്റായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ സ്പ്ലിറ്റ് സീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് വണ്ടി. സ്പ്ലിറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ സീറ്റ് ഊരി വെക്കാവുന്ന രീതിയിലായിരുന്നു പഴയതുണ്ടായിരുന്നത്. ആ ബാക്കിലെ സീറ്റ് സിംഗിൾ സോളോ റൈഡേഴ്സ് ഒക്കെയാണ് ബാക്കിൽ ആ ഒരു സീറ്റ് ഊരി ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് ലഗേജ് കയറിയായിട്ട് ഉപയോഗിക്കാവുന്ന ഓപ്ഷനും കൂടി തണ്ടർബേർഡിലുണ്ട്. അപ്പോൾ അത് ഇതിലില്ല. അപ്പോൾ ഇത് സിംഗിളായിട്ട് സീറ്റിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു മൈനസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിൽ വരുന്നത് ഗ്രാബ് റെയിലാണ്. സീറ്റ് റിങ്ങിന് പകരം നല്ലൊരു സീറ്റ് റെസ്റ്റ് തണ്ടർബേർഡിലുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് ഒരു വില കുറയ്ക്കുന്ന ഭാഗമായിട്ടാണ്, കുറച്ച് സ്പോർട്ടി ലുക്ക് ആക്കുന്ന ഭാഗമായിട്ടാണെന്ന് അറിയില്ല. വെറും ചെറിയ വില മാത്രം, 400 സംതിങ് മാത്രം വിലയുള്ള ഒരു ഗ്രാബ് റെയിലാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. മറ്റേ 2000 റുപ്യുള്ള ഒരു പിന്നെ നല്ല അടിപൊളി ബാക്ക് റെസ്റ്റ് ആയിരുന്നു. പില്ലർ റൈഡേഴ്സിന് നല്ല ഒരു കംഫർട്ട് കൊടുക്കുന്ന ബാക്ക് റെസ്റ്റ് ആയിരുന്നു തണ്ടർബേർഡ് ഉണ്ടായിരുന്നത്. അതിന് മുന്നിലെ തണ്ടർബേർഡ് അതിനേക്കാളും നല്ല കംഫർട്ടുള്ളൊരു ബാക്ക് റെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടി ഒന്ന്
പരിഷ്കരിച്ച് കുറച്ചൊരു മോഡേൺ ആക്കി കൊണ്ടുവരാനുണ്ടായത്. പിന്നെ ഇതിന് നമുക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ തണ്ടർബേർഡ് എക്സ് വാങ്ങിച്ചത് ബാക്കിൽ കാണുമ്പോൾ നല്ലൊരു സീറ്റ് റെസ്റ്റ് വാങ്ങി വെക്കുക. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ മാറ്റി വെക്കുക. എന്നാൽ പക്ക ഒരു റോയൽ എൻഫീൽഡിൻ്റെ കാറ്റഗറി വരുന്ന പക്ക ഒരു ക്രൂസർ വണ്ടിയായി. പിന്നെ മെറ്റിയോർ കമ്പയർ ചെയ്ത് വെച്ച് നോക്കി, മെറ്റിയോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റിയോറിനേക്കാളും കുറച്ചൊരു ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾ കുറച്ചുകൂടി ചേരുക തണ്ടർബേർഡ് പിന്നെ മെറ്റിയോർ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് ഓടിക്കുന്ന സമയത്ത് തണ്ടർബേർഡ് ഓടിക്കുന്ന സമയത്ത് കുറച്ചൊരു പ്രൈസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നല്ലൊരു ക്രൂസർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തണ്ടർബേർഡ് എക്സ് നല്ലൊരു ചോയ്സാണ്. തണ്ടർബേർഡ് എക്സ് വാങ്ങിച്ചതിൻ്റെ ശേഷം 2 കാര്യം ചെയ്താൽ മതി. തണ്ടർബേർഡ് വാങ്ങിക്കുക എന്താ വെച്ചാൽ അലൈവിൽ നമ്മൾ വാങ്ങിച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിന് എനിക്ക് തോന്നുന്നു 14 സംതിങ് വില വരുന്നു എന്ന് തോന്നുന്നു. പുതിയ വില എത്രയെന്ന് എനിക്കറിയില്ല, പുതിയ അപ്ഡേറ്റ് ചെയ്ത വില എത്രയെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് അലൈസ് വരുത്തി കൊടുത്തിട്ടില്ല, പഴയ വിലയിലായിരുന്നു കൊടുത്തിരുന്നത്. തണ്ടർബേർഡ് എടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് മെയിൻ്റനൻസ് കൂടുതലാണോ കുറവാണെന്നുള്ള പിന്നെ നിങ്ങൾ സംശയം ഉണ്ടാവുക. ഇപ്പോൾ റോയൽ എൻഫീൽഡ് എല്ലാ വണ്ടികളെ പോലെ തന്നെ ഇതിലും മെയിൻ്റനൻസ് സെയിം തന്നെയാണ് വരുന്നത്, വേറെ മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളതിൻ്റെ പിന്നെ ഹെഡ്ലൈറ്റ്, മീറ്റർ അസംബ്ലി, ടെയിൽ ലൈറ്റ് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. അതുമാതിരി തന്നെ ഫോർക്കിൻ്റെ മെയിൻ ട്യൂബും കുറച്ചൊരു വിലയേറിയതാണ്. 41 mm ആണ് ഇതിൻ്റെ മെയിൻ ട്യൂബ് വരുന്നത്. പുതിയ മോഡൽ വണ്ടീൻ്റെ മാതിരി തന്നെയാണ് വരുന്നത്, 41 mm തന്നെയാണ്. അതുകൊണ്ട് നല്ല ഒരു കംഫേർട്ട് ഫ്രണ്ടിലുണ്ട്. സസ്പെൻഷൻ പിന്നെ ഷോക്കറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷോക്കറാണ് 45 mm ടെലിസ്കോപ്പി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കംഫേർട്ട്, റൈഡ് ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ തണ്ടർബേർഡ് അടിപൊളി വണ്ടിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, റെട്രോ പഴയ മുള്ളൊരു ബുള്ളറ്റ് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു യോജിച്ച വണ്ടിയല്ല തണ്ടർബേർഡ്. തണ്ടർബേർഡ് ഇപ്പോൾ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ദൂരയാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളൊരു ബുള്ളറ്റാണ്. ബുള്ളറ്റിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ കാറ്റഗറിയുള്ള സെഗ്മെൻറ്റിലുള്ള ഒരു വാഹനമാണ്, ക്രൂസർ വണ്ടിയാണ്. അപ്പോൾ സാധാരണക്കാർ ആയിട്ടുള്ള ആളുകൾ ഹാൻഡിൽ ബാർ സിറ്റി റൈഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ലോങ് റൈഡിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നല്ല ഹാൻഡിലാണ്. കൺട്രോളിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ ബാർ കുറച്ച് ഷോർട്ട് ആവുന്നതോട് കൂടി കൺട്രോളിംഗ് മികവ് കുറച്ച് കൂടുകയാണ് ചെയ്യുക. പിന്നെ സ്ലോ സ്പീഡ് സിറ്റി റൈഡിങ്ങിൽ കിട്ടും. പക്ഷേ ഹൈവേ റൈഡിങ്ങിൽ ഏറ്റവും നല്ല സുഖം റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്യാനും നമ്മളൊക്കെ ദൂരയാത്രയ്ക്ക് ബാക്ക് പെയിനോ അതായത് നീ പെയിനോ ഒന്നുമില്ലാതെ, ഷോൾഡർ പെയിനോ ഒന്നുമില്ലാതെ ഓടിക്കാൻ പറ്റിയ വണ്ടി, പറ്റിയ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ തണ്ടർബേർഡിൻ്റെ ഹാൻഡിൽ ബാറാണ്, പഴയ തണ്ടർബേർഡിൻ്റെ ഹാൻഡിൽ ബാറാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു കാര്യങ്ങൾ വണ്ടി അടിക്കുന്ന സമയത്ത് ഡിജിറ്റൽ മീറ്റർ കറക്റ്റ് വർക്കിംഗ് ആണോ നോക്കണം. അതേമാതിരി ഹെഡ്ലൈറ്റ് ക്രാക്കൊക്കെ ബാക്കിലെ ബോഡി ഏത് സാധനം പൊട്ടിക്കഴിഞ്ഞാലും അത് ബാക്കിലെ ഡൂം പൊട്ടിക്കഴിഞ്ഞാൽ അസംബ്ലി മാത്രമേ കിട്ടുള്ളൂ, നല്ല വില വരുന്നതാണ്. അതുമാതിരി തന്നെ ഹെഡ്ലൈറ്റ് പിന്നെ മിഷൻ അസംബ്ലി നല്ല വില വരുന്നതാണ്. പിന്നെ അലോയ് വീൽസൊക്കെ ഉള്ള സമയത്ത് വണ്ടി റോഡിലൊക്കെ ഓടിച്ചിട്ട് സ്റ്റഡി ആയിട്ട് ഓടുന്നുണ്ടോ നോക്കുക. വലിയ ചാട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വണ്ടി ടയർ ഔട്ടാണോ നോക്കുക. അതും അല്ലെങ്കിൽ അലോയ് വീൽസ് ബെൻഡ് ഉണ്ടോ നോക്കുക. ആ ഒരു വില കുറച്ചിട്ട് വണ്ടി വാങ്ങിക്കുക. പിന്നെ ബാക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ പില്ലൻ സീറ്റ് തണ്ടർബേർഡിൻ്റെ അത്ര തന്നെ പഴയ തണ്ടർബേർഡ് അത്ര തന്നെ കംഫർട്ട് എല്ലാം കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ പുറകിൽ ഇരുന്ന് നോക്കിയിട്ടില്ല അങ്ങനെ കറക്റ്റായിട്ട് ഉറപ്പിച്ച് പറയാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. സ്ലിം സീറ്റാണ്. ലോങ് സൈഡ് റൈഡ് ഉള്ളവർക്ക് കുറച്ചുകൂടെ ഒന്ന് ഫോമൊക്കെ വെച്ചിട്ട് ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, ഓൾട്ടർ ചെയ്ത് എടുക്കാവുന്നതാണ്. ടൂറർ സീറ്റായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ചെറിയ ടൂറിങ്ങിന് പറ്റിയ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ചെറിയ കാറ്റഗറിയിലെ വാഹനത്തിൽ ഇപ്പം പ്രൈസ് വൈസ് മെറ്റീരിയലിനൊക്കെ അത്യാവശ്യം നല്ല വില കൊടുക്കണം യൂസ്ഡ് മാർക്കറ്റിൽ. അതിന് താഴോട്ട് പൈസ കൊടുത്തിട്ട് നമുക്ക് വാക്കാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് തണ്ടർബേർഡ് എക്സ്. തണ്ടർബേർഡ് എക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുക, ഹാൻഡിൽ റീപ്ലേസ് ചെയ്യുക, അതേമാതിരി തന്നെ ബാക്കിൽ സീറ്റ് റെസ്റ്റ് വെക്കുക. ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. ഡബിൾ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. റിയർ ഡിസ്ക് ബ്രേക്ക് തണ്ടർബേർഡിലാണ് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് റോയൽ എൻഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ വല്ല കയറ്റം കയറി ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടി പിടിച്ച് ഒരിക്കലും ഒരു കാരണവശാലും ഇറങ്ങരുത്. കാരണം ബ്രേക്ക് റിലീസായി പോകുന്ന ഒരു പ്രശ്നം ഇതിന് നല്ലവണ്ണം വരുന്നുണ്ട്. അത് വളരെ ഡേഞ്ചറാണ്. അപ്പോൾ അത് കയറ്റമൊക്കെ ഇറങ്ങുന്ന സമയത്ത് എൻജിൻ ബ്രേക്കിങ്ങിൽ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. കയ്യിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി ഇറങ്ങുക. ആവശ്യത്തിന് മാത്രം 2 ബ്രേക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രേക്ക് മാത്രം ചവിട്ടി പിടിച്ച് ഒരു കാരണവശാലും എല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിയിൽ ബ്രേക്ക് റിലീസാവും. നമുക്ക് പെട്ടെന്ന് പാനിക്കായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വണ്ടി പോയി ഇടിക്കും. പിന്നെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ബാക്ക് ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു.
അപ്പോൾ തണ്ടർബേർഡിൽ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഡ്രം ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് പഴയ തണ്ടർബേർഡിൽ മാത്രമേ ഡ്രം ബ്രേക്ക് വരുന്നുള്ളൂ, ബാക്കി എല്ലാം ഡിസ്ക് ബ്രേക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ മൈനസ് വലിയൊരു മൈനസ് തന്നെയാണ്. ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് ഹൈ റേഞ്ച് മേഖലയിലെ ആളുകൾ കഴിയുന്ന നല്ല ശ്രദ്ധിക്കുക. തണ്ടർബേർഡ് ഉപയോഗിക്കുന്ന സമയത്ത് ടൂറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് തണ്ടർബേർഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് തണ്ടർബേർഡിൽ, യാതൊരു സംശയവുമില്ല. ടൂറിങ്ങിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് തണ്ടർബേർഡ് കാറ്റഗറി എക്സ് എന്ന വാഹനം. ഇപ്പോൾ സർവീസ് കോസ്റ്റ് ഒന്നും പേടിക്കേണ്ട, സാധാ തണ്ടർബേർഡ് സ്റ്റാൻഡേർഡ് ക്ലാസിക്കിൽ വരുന്ന സർവീസ് കോസ്റ്റ് തന്നെ ഈ ഒരു വണ്ടിക്കും വരുന്നുള്ളൂ. വേറെ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾക്ക് മാത്രമേ വില കൂടുതലുള്ളൂ. അത് വല്ല ആക്സിഡൻ്റ് ആയാലോ മറ്റേ മാത്രമേ ഈ ഒരു പ്രൈസ് നമുക്ക് അധികം വരുള്ളൂ. അല്ല നോർമലി സർവീസ് കോസ്റ്റ് ഒരു വണ്ടിക്ക് ഒരു സാധാരണ പാർട്സ് അധികമായിട്ട് വരുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇവിടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.